കണ്ണൂർ കരിക്കോട്ടക്കരി ടൗണിന് സമീപം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചരിഞ്ഞു. മയക്ക് വെടിവെച്ച് പിടികൂടിയ ആനയെ വളയഞ്ചാലിലെ RRT ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ആനയുടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ദിവ്യ, ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ഇരിട്ടി കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാനയെ കണ്ടെത്തുന്നത്. ഈ ആനയെ കാണുന്ന സമയത്ത് തന്നെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കീഴ്ത്താടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2 സാധ്യതകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒന്നുകിൽ ഏതെങ്കിലും പന്നിപ്പടക്കമോ മറ്റോ കടിച്ച് അതിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനയുമായി ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി ഈ ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ ആനനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചില ഗുരുതരമായ അലംഭാവങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് വൈകുന്നേരം 5 മണിവരെ ഈ ആനയെ ഇവർ നിരീക്ഷണത്തിൽ വെക്കുകയും തുടർന്ന് വയനാട്ടിൽ നിന്ന് RRTയുടെ പ്രത്യേക സംഘം എത്തുകയും ചെയ്തു. RRT സംഘം എത്തി 6 മണിയോടുകൂടിയാണ് ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നത്. മയക്കുവെടി വെച്ച് ആനയെ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആന ചെരിഞ്ഞ് വാഹനത്തിനുള്ളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. അതിനുശേഷം ആനയെ വളയഞ്ചാലിലെ RRT കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ചികിത്സ നൽകുന്നത്. ആ ചികിത്സ നൽകുന്നതിനിടെയാണ് രാത്രി 9 മണിയോടുകൂടി ആന ചെരിയുന്നത്. അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആനയ്ക്ക് അതിനൊപ്പം മയക്കുവെടി കൂടി വെച്ചതോടുകൂടി ആ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും തുടർന്ന് ആന ചെരിയുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും പക്ഷേ രാവിലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ രാവിലെ 6 മണി മുതൽ തന്നെ ആനയെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയതാണ്. ആ സമയത്ത് പക്ഷേ ആനയെ പിടികൂടാനോ ചികിത്സ നൽകാനോ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റാനോ വനംവകുപ്പിന് കഴിഞ്ഞില്ല. വൈകിട്ട് 6 മണി വരെ ഈ ആന കൊടും വേനലാണ്, വലിയ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആനയാണ്. അപ്പോഴൊക്കെ ഈ ആനയെ ഇങ്ങനെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇനിയിപ്പോൾ ആനയുടെ മരണകാരണം സംബന്ധിച്ച് എങ്ങനെ പരിക്കുണ്ടായി എന്ന് സംബന്ധിച്ച് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടി വരില്ലേ? തീർച്ചയായും അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ 2 സാധ്യതകളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്നുകിൽ ഈ ആനയുടെ കീഴ്ത്താടിയുടെ വലതുഭാഗത്താണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അത് ഒന്നുകിൽ മറ്റേതെങ്കിലും ഒരു ആനയുമായി ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ പന്നിപ്പടക്കം വരെ എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ഈ കൈതച്ചക്കയിലും മറ്റും പന്നിപ്പടക്കം വെച്ച് ആനയെ പിടിക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സാധനം ഈ സ്ഫോടക വസ്തു കടിച്ചിട്ടുണ്ടാവുന്ന പരിക്ക് പോലുള്ള ഗുരുതരമായ പരിക്കാണ് ഈ ആനയ്ക്ക് കാണുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ രാവിലെ തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് എന്തായാലും മയക്ക് വെടിവെച്ച പിടികൂടി കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്ക് തന്നെ ആന ചെരിഞ്ഞിരിക്കുകയാണ്. വളയഞ്ചാലിലെ RRT ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആനയെ കൊണ്ടുപോയിരുന്നു. അവിടെ വിദഗ്ധ ചികിത്സ നൽകാനൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകി.